नमस्कार डॉक्टर. हेलो हेलो भाई. हाय. हेलो डॉक्टर. प्लीज कम. थैंक यू. हाय. हेलो. सूर्या सर. और गिरी. ओके सर. Please come in, sir. प्रिया. Come on. ബിജു എന്തായി? പ്രിയ ഫ്ലാറ്റ് ലോക്ക്ഡ് ആണ്. ജയ്മോഹനെ പറ്റി അടുത്തുള്ള ഫ്ലാറ്റുകളിലെല്ലാം അന്വേഷിച്ചു. ആളെ കുറിച്ച് അവിടെ ആർക്കും ഒന്നും അറിയില്ല. ഒരു മിനിറ്റ് ഞാനിപ്പോ വരാം. സർപ്രൈസിംഗ് ഫാക്ടർ എന്താന്ന് വെച്ചാൽ ഇന്ന് ജയ്മോഹന്റെ വിവാഹം അന്ന് തൊട്ടടുത്ത ഫ്ലാറ്റുകാരെ പോലും അറിയിച്ചിട്ടില്ല. My God. സാർ ബിജു വാട്ട് ഹാപ്പൻഡ്? ഫ്ലാറ്റ് ലോക്ക്ഡ് ആണ്. അവിടെ ആരുമില്ല. സോണിയ 1 minute. ഓക്കെ. എന്തായി പ്രിയ? ആള് ഫ്ലാറ്റിലില്ല. ഞാൻ ബിജുവിനെയായിട്ട് അന്വേഷിപ്പിച്ചു. അടുത്ത ഫ്ലാറ്റിലെ സ്ത്രീയോട് ചോദിച്ചപ്പോ അവരിങ്ങനൊരു കല്യാണത്തെ കുറിച്ച് അറിഞ്ഞിട്ടുകൂടിയില്ല. രാത്രി വൈകിയപ്പോഴും പുറത്തു പോകുന്നത് കണ്ടു അത്രേ വാച്ച്മാൻ. നീ വിളിച്ചു നോക്കിയിട്ട്. സ്വിച്ച്ഡ് ഓഫ് അല്ലെങ്കിൽ നോട്ട് റീച്ചബിൾ. എനിക്കറിയില്ല പ്രിയ. ഇനി വല്ല ആക്സിഡന്റോ മറ്റോ? അല്ല, അങ്ങനെയാണെങ്കിൽ അടുത്തുള്ളവരാരെങ്കിലും ഫോൺ എടുക്കാതിരിക്കില്ലല്ലോ. നീ ഒന്നുകൂടെ വിളിച്ചു നോക്കി. The number you have called is switched off. Please try again later. ನೀವೀಗ ಕರೆ ಮಾಡಿರುವ ಸಂಖ್ಯೆ ಸದ್ಯಕ್ಕೆ ಸ್ವಿಚ್ಡ್ ಆಫ್ ಆಗಿದೆ. അല്ല മോളെ, ഇനി നിന്റെ ഈ ജയ്മോഹൻ ലാസ്റ്റ് മിനിറ്റിൽ മുങ്ങിയോ? നോ, എൻ്റെ ജയ് അങ്ങനെ ഒരാളല്ല. Then where the hell is he? Good morning, sir. Morning. Your coffee? I didn't order anything. Room boy told me 2 to 5. Listen, I didn't order anything. Samjha? I'm sorry, sir. Good morning, sir. Your coffee?
Sir, we got him. കഷ്ടം. ഇപ്പോഴവൻ വരുന്നൊരു വിചാരത്തിലാണ് നീ അല്ലേ? നിന്റെ മുഖം വല്ലതും പോറിയിരുന്നെങ്കിൽ നിന്റെ മോന്ത പിച്ചി കയറി ഈ പോട്ടയിലിട്ട് ഞാൻ ഫ്ലഷ് ചെയ്താണ് കേട്ടടാ. Well done, Jay. Good job at such short notice. Thank you, sir. Where is he? നീരാട്ട് കഴിഞ്ഞ് വിശ്രമിക്കുകയാണ്. Victor Rana. Welcome back to India. ക്രിസ്റ്റി, Sir. ഈ റൂമിലെ റാനയുടെ ബിലോങ്ങിങ്സ് എല്ലാം സീസ് ചെയ്യണം. Yes, sir. ഓക്കെ. സർ യുവർ വെഡിങ് ഡ്രസ്. സർ, മേ ഐ? டேய் சீக்கிரம் போய் ரெடி ஆகடா, மேரேஜுக்கு டைம் ஆச்சு. ഒറ്റ മകളെ ലാളിച്ചു വഷളാക്കി ഡോക്ടർ മേനോൻ. ചോദിച്ചെല്ലാം സമ്മതിച്ചു കൊടുത്തു. ഈ കല്യാണമടക്കം. അങ്ങനെയായിപ്പോൾ എല്ലാവരും ഡാഡിയെ പരിഹസിക്കുന്നത്. ഡാഡി, നീ സ്വയം കണ്ടുപിടിച്ച ആളെ എനിക്കിഷ്ടമുണ്ടായിട്ടൊന്നുമല്ല. പക്ഷെ മോഡ് ഇഷ്ടം നടക്കട്ടെ എന്ന് വിചാരിച്ചു. എനിക്കും ഉണ്ടായിരുന്നു ചോയ്സസ്. എൻ്റെ ചെയിൻ ഓഫ് ഹോസ്പിറ്റൽസ് റൺ ചെയ്യാൻ കേപ്പബിളായ ഒരു ഡോക്ടർ, അല്ലെങ്കിൽ അത് മാനേജ് ചെയ്യാൻ കപ്പാസിറ്റിയുള്ള ഒരു ബിസിനസ്മാൻ. ബട്ട് എൻ്റെ മോളുടെ ചോയ്സ് ജയ്മോഹൻ, ഒരു രണ്ടാം കെട്ടുകാരൻ, എ ഡിവോഴ്സി. കുടുംബമില്ല, കൂട്ടുകാരില്ല. പിന്നെ എന്താ ജോലി എന്ന് ചോദിച്ചാൽ ഏതോ ഉണക്ക എക്സ്പോർട്ടിംഗ് കമ്പനിയിൽ എക്സിക്യൂട്ടീവ്. I always felt you are making a mistake. A big mistake. ஆமாடா, a very big mistake. மறுபடியும் அதே தப்பு இப்போ ரிப்பீட் பண்ணியிருக்கேன். யுவர் ஃபர்ஸ்ட் ஒய்ஃப் 6 மாசத்தில் டிவோர்ஸ் வாங்கி உன்னை விட்டு போனப்போ ஐ வாஸ் த ஹாப்பியஸ்ட் மேன். அவ்வளோ சந்தோஷப்பட்டா. டேய் ஜெய், உனக்கெல்லாம் கல்யாணம் சரிப்பட்டு வராதுடா. சார், என்ன இது? நீ மேரேஜ் மெட்டீரியல் கிடையாதுடா தம்பி. டேய் ஜெய், நீ என்னோட பெஸ்ட் ஏஜென்ட். அதான், அது மட்டும்தான். ஹஸ்பண்ட் என்ன வேலை பார்க்குறாருன்னு பொண்டாட்டி கேட்டா போய் தான் சொல்லணும். கள்ளம் പറയണം எப்பொழுதுமே. அதுதான் நீ வாங்க போற தலைவிதி. യെസ് ഡാഡ്, ശരിക്കും ആലോചിച്ചുറപ്പിച്ച് തന്നെയാണ് ഞാൻ. നിങ്ങളൊക്കെ വിചാരിക്കുന്ന പോലെ ഒരു വലിയ ജോലി, ഒരുപാട് ആംബിഷൻസ്, അങ്ങനെയുള്ള ഒരാളെ ഞാൻ മനസ്സിൽ പോലും വിചാരിച്ചിട്ടില്ല. എനിക്കിഷ്ടപ്പെട്ട ഒരാളുടെ കൂടെ ജീവിക്കണം, അത്രേ ഉള്ളൂ. എന്നിട്ടിപ്പോൾ എവിടെ? ഡാഡ്, ജയ് വരും, എനിക്ക് ഉറപ്പുണ്ട്. யோ கார்கி, சீக்கிரமா போனா உன்னோட கல்யாணத்துக்கு கரெக்ட் டைம்ல ரீச் பண்ணலாம். ஓகே சார். See you guys. See you, sir. ഇനി നീ എത്ര തീർത്തു പറഞ്ഞാലും ഡാഡിക്ക് അങ്ങനെ വിശ്വസിക്കാനാവുന്നില്ല മോളൂ. ക്ഷണിച്ചു വരുത്തിയ ആൾക്കാർ എന്നെ നോക്കി പരിഹസിക്കുമ്പോൾ അവരെന്താണ് പറയേണ്ടതെന്ന് ഡാഡിക്ക് അറിയില്ല. ഇങ്ങനൊരു അപമാനം ഡാഡിക്ക് വാങ്ങിയിട്ടൊന്നല്ലോ മോള്. ഇനിയിപ്പോൾ എല്ലാവരോടും ചെന്ന് പറഞ്ഞേക്കാം, എൻ്റെ മോള് കണ്ടുപിടിച്ച് ചെറുക്കം മുങ്ങി, വിവാഹം ക്യാൻസൽ. ഡാഡ്, സോറി ഡാഡ്. ഞാൻ ഉണ്ടാക്കിയ മാനക്കേടിന് ഞാൻ തന്നെ എല്ലാവരോടും മാപ്പി വെച്ചേക്കാം. Sorry, marriage. This way, sir. Thank you. Jay. Hey, hi. സോറി, ഞാൻ കുറച്ച് ലേറ്റ് ആയോ? ആക്ച്വലി Come with me. Come here. Where the hell were you? സോറി, അത് പിന്നെ
വാട്ട്? അതൊരു നീണ്ട കഥയാണ്. ഇനഫ്. എന്താ നടന്നതെന്നൊന്ന് പറഞ്ഞേ. ഇത് നമ്മുടെ കല്യാണം ആയതുകൊണ്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഒരു വള കണ്ണടയ്ക്കാൻ പറ്റിയില്ല ഇന്നലെ രാത്രി. ഓ റിയലി? Really? അത് ശരി. എന്നിട്ട് ഞാൻ എത്ര പ്രാവശ്യം ഫോൺ ചെയ്തു, ഒരു കോൾ പോലും അറ്റൻഡ് ചെയ്തില്ലല്ലോ ഈ ഒരു പോളെ കണ്ണടക്കാത്ത ആള്. Really? യെസ്. പറയാം. ഹായ് അങ്കിൾ. ഒരു പക്ഷേ എന്റെ ഫോണ് ഞാൻ സൈലന്റ് മോഡിൽ ഇട്ടിട്ടുണ്ടാവും. Shut your mouth. Yes. At least don't lie on your wedding day. Yes. നിന്നെ ഡാഡ്. ഇനി ഇവനെ തന്നെ വേണോ നിനക്ക് കല്യാണം കഴിച്ച് കൂടെ ജീവിക്കാൻ? Dad, I don't believe a word what he said. But I really love him, Dad. Really? സത്യം. ഓക്കെ. ശരിക്കും നടന്നത് എന്താണെന്നറിയോ? What? ഇന്നലെ രാത്രിയിൽ ഉറക്കത്തിൽ ഞാനൊരു സ്വപ്നം കാണുന്നു. ആ സ്വപ്നത്തിൽ നമ്മൾ ആദ്യം കണ്ട നിമിഷം ഓർമ്മയില്ലേ നിനക്ക്? കോഫി. ഗുഡ് മോർണിംഗ്. ഷോ ജയ എണീറ്റപ്പോ എന്നെ കൂടെ വിളിക്കാറുന്നില്ലേ? അങ്ങനെ പെട്ടെന്ന് വിളിച്ചുണർത്തിയാലേ എൻ്റെ ചക്കര ഇങ്ങനെ അലസ മദൻ മോഹന മാളവികയായിട്ട് ഡ്രസ്സൊക്കെ സ്വല്പം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി കുറച്ചൊക്കെ ഇങ്ങനെ കാണിച്ച് കിടക്കുന്നത് ഇങ്ങനെ വായി നോക്കിയെന്ന് കാണാൻ പറ്റുമോ? കോഫി കോഫി. താങ്ക് യു. ഷോ എനിക്ക് എല്ലാ ദിവസവും ആദ്യം എണീക്കണം. എന്നിട്ട് എൻ്റെ ജയ്ക്ക് ബെഡ് കോഫി ഉണ്ടാക്കി തരണം, ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി തരണം, ജയുടെ ക്ലോത്ത്സ് എല്ലാം അയൺ ചെയ്ത് വെക്കണം. ഇതൊക്കെ തന്നെ ചെയ്ത ശീലം എനിക്ക്. ലെറ്റ് മീ ഹെൽപ്പ് യു. മോളിപ്പോ ഇങ്ങോട്ട് വന്ന് കയറിയല്ലേ ഉള്ളൂ. ഓരോന്നോരോന്നായി പതുക്കെ ചെയ്തു തന്നാ മതി. Thank you. Bye. Bye. Good morning, sir. Good morning. Sir, he's coming. என்ன ராணா பிடிச்ச வீரபாண்டி கட்டபொம்மனுக்கா எல்லாரும் கிளாப் பண்றாங்களேன்னு பார்த்தியா? அது இல்லம்மா ஜெய், ஒரு வாட்டி பண்ண தப்ப மறுபடியும் ரிப்பீட் பண்ணிருக்கீல்ல, அதுக்காக இந்த பழைய பேஷ். தப்பா? வாட் மிஸ்டேக் சார்? கல்யாணம் பண்ணியாச்சுல்ல மறுபடியும். கம் 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 கம், நீ திருந்த மாட்டடா. சார் சும்மா பயங்கர போர் ஆகி போய் சார். நீங்க இப்ப பண்றதுதான் பெரிய தப்பு. ஆமாடா, பெரிய தப்பு. உன்னோட சரியான வேலை என்ன? டெரரிஸ்ட்டை தேடுறது, அவங்க பின்னாடி ஓடுறது, அவங்கள துரத்தி பிடிக்கிறது, அவங்கள துப்பாக்கியால ஷூட் பண்றது, அப்புறம் சுடுகாட்டில் அட்மிட் பண்றது, அதானே? ஆனா நீ பப்ளிக்ல என்ன ஆக்ட் பண்ணிட்டு இருக்க? இந்த டெக்கன் எக்ஸ்போர்ட்ஸ்ல
ஒரு சரியான போரிங் டே ஜாப். டே ஜெய், மேரேஜ் ஒரு பேக்கேஜ்டா, அது உனக்கு ஒரு பெரிய பாரம். சரி அப்போ சார் நான் ஒன்று கேட்கட்டுமா? ஆ, ஆனா ஹனிமூனுக்கு லீவ் மட்டும் கேட்காத. இல்லை, உங்கள் கல்யாணம் முடிஞ்சு இப்போ ஹவு மெனி இயர்ஸ் ஆயிருக்கும்? 31 வருஷம் ஆச்சு. ஆமா, இப்போ எதுக்கு திடீர்னு இந்த கேள்வி? അല്ല ഇങ്ങനെ എപ്പോഴും അത് പൊണ്ടാടിയോട് നല്ല ഇതൊക്കെ ഉണ്ടോ? டேய் ഇല്ല സാർ, ഇപ്പോഴും ഇഷ്ടമുണ്ടോ എന്ന് നഫീസ താത്തയായിട്ട്. ஆமாடா, 31 வருஷம் ஆகியும் இன்னும் என் ஒய்ஃப் மேல எனக்கு ரொம்ப இஷ்டம். ஸ்டில் ஐ லவ் மை ஒய்ஃப். இந்தியாவில் நடந்த எத்தனையோ டெரர் அட்டாக்ஸில் பிரைம் சஸ்பெக்ட். அப்படிப்பட்ட ஒரு டெரரிஸ்ட் இப்போ இந்த பெங்களூர் சிட்டியில் வந்து மாட்டியிருக்குன்னா இட்ஸ் நாட் ஜஸ்ட் அ கோஇன்சிடென்ஸ். தட் டு இங்கே இம்பார்ட்டன்ட் ஈவெண்ட்ஸ் நடக்கும்போது பிரைம் மினிஸ்டர்ஸ் விசிட், இஸ்லாமிக் பீஸ் கான்ஃபரன்ஸ், இந்தியா இங்கிலாந்து கிரிக்கெட் மேட்ச், ராணா அதை பிளான் பண்ணியிருக்கு. സാർ റാണ ഏതാവത്? நத்திங். இது வரைக்கும் ராணா எதுவுமே சொல்ல. യെസ് സർ. शादी मुबारक हो सर. नहीं 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 नहीं, മലയാളത്തിൽ എങ്ങനെ പറയും? കല്യാണം ആശംസകൾ. റൈറ്റ്? എനിക്ക് 9 ലാംഗ്വേജ് അറിയും. സാറിന് ഇഷ്ടപ്പെട്ടില്ല എൻ്റെ മലയാളം? जब बार दो मलयाली मिलते हैं तो ये पता लगता है. तो कैसे मिलते हैं? हाँ, മലയാളി ആണോന്ന് ചോദിച്ച് ഓടി വന്ന് ഹഗിയുമല്ലോ. All you Malayalam people. വിക്ടർ റാണ ഡേർട്ടി ബാഗർ. ഇനി നീ മലയാളത്തിലല്ല സംസ്കൃതത്തിൽ കിടന്ന് കീറി പൊളിച്ചാലും ഇവിടെ ഒരുത്തനും വരാൻ പോകുന്നില്ല, കേട്ടോടാ? സോ നീ പഠിച്ച 9 ഭാഷ ഇവിടെ കോയി ഫായദ നഹി. ഒരുത്തനും അറിയില്ല നിന്നെ ഇവിടെ ഇങ്ങനെ പിടിച്ച് കൂട്ടിലടച്ചിരിക്കുകയാണെന്ന്. എൻ്റെ രാജ്യത്തെ പ്രധാനമന്ത്രിക്ക് പോലും ഇവിടെ കിടന്ന് ചത്ത് പുഴുതു നിന്നാൽ പോലും ഒരുത്തനും അറിയില്ല. ഒരുത്തനും കഴിയില്ല നിന്നെ രക്ഷിക്കാൻ. അൺലെസ് സം മിറക്കിൾ സേവ്സ് യു. മിറക്കൽ. മിറക്കൽ. ഞാനും പുറത്ത് ചിലത് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അത് നടക്കാതെ പോകണമെങ്കിൽ മിറക്കൽ ഹി ഹോനാ ചാഹിയേ. സമझा? ഹലോ. ഹായ് ജയ്. ബിസി ഡിന്നറിന് എന്താ കുക്ക് ചെയ്യണ്ടെന്ന് ചോദിക്കാൻ വിളിച്ചതാ. വാട്ട്? അതേ, അമ്മയുടെ റെസിപ്പി ബുക്കേ ഞാനിങ്ങ് കയ്യിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ജയ്ക്ക് എന്താ സ്പെഷ്യൽ ഡിഷ് വേണ്ടെന്ന് വെച്ചാ പറഞ്ഞാ മതി. എനിക്ക് അങ്ങനെയൊന്നുമില്ല, എന്തായാലും ഓക്കെ. വാട്ട്? ബ്രിഞ്ചാൾ ഇഷ്ടമാണോ ജയ്ക്ക്? യെസ് യെസ്. ബെങ്ങൻ ഭർത്ത. ഓക്കെ. ബെങ്ങൻ മസാല ആയാലോ? ഈ കത്രിക്കയിൽ നല്ല മസാല ഒക്കെ ഇട്ടിട്ട്. എനിത്തിങ് സ്വീറ്റി, നിന്റെ കൈ കൊണ്ട് എന്തുണ്ടാക്കിയാലും എനിക്ക് ഇഷ്ടമാണ്. ജയ് പ്ലീസ്. ഓക്കെ ലിസൺ, ഞാനിപ്പോൾ കുറച്ച് ജോലിയിലാണ്, ഞാൻ പിന്നെ വിളിക്കാം. ഓക്കെ ഓക്കെ. വൈഫ്, ഇവിടെ നിന്റെ തടവിൽ കെട്ടിയിട്ടിരിക്കുന്നത് എന്നെ, വിക്ടർ റാണെ. പക്ഷേ ടോർച്ചർ അനുഭവിക്കുന്നത് ഞാനല്ല, നീ. Can you please press the third floor? Third floor. Yeah. Thanks. മലയാളി? അതെ. ഇവിടെ പുതിയതായിട്ടാ? ഏത് ഫ്ലാറ്റില്? 306. ജയയുടെ?
അതെ, ഞാൻ ജയുടെ ഭാര്യയാണ്. അയ്യോ, അത് കൊള്ളാമല്ലോ. ഇതെപ്പോ ജയ് വീണ്ടും കല്യാണം കഴിച്ചോ? ഇവിടെ ഞങ്ങൾ ആരും അറിയാതെയോ? എല്ലാം പെട്ടെന്നായിരുന്നു. ഓക്കെ, സീ യു ആന്റി. ഓക്കെ, സീ യു. സർ, ഇതൊക്കെയാണ് റാണയുടെ റൂമിൽ നിന്ന് നമ്മൾ കളക്ട് ചെയ്തത്, അപ്പാർട്ട് ഫ്രം ഹിസ് ബാഗ് ആൻഡ് ക്ലോത്ത്സ്. നോ സെൽഫോൺ, ലാപ്ടോപ്പ്, നത്തിങ്? ഇല്ല സർ. ആസ് വി നോ, സെൽഫോൺ, ലാപ്ടോപ്പ് ഇതൊന്നും ഉപയോഗിക്കാറില്ല ഇവരാരും. അതിർത്തികൾക്കപ്പുറത്തെ വലിയ ബോസുമാരിലേക്ക് അത് ലീഡ് ചെയ്യും. റാണ നെറ്റ് ഉപയോഗിച്ച് എൻ്റെ വേരുകൾ മാന്തണമെങ്കിൽ അവൻ താമസിച്ചിരുന്ന ഹോട്ടലിൻ്റെ അടുത്ത് എവിടെയെങ്കിലും ഏതെങ്കിലും ഇൻ്റർനെറ്റ് കഫേകളിൽ അവിടെ വേണം നമ്മൾ സ്നിഫ് ചെയ്യാൻ. Your cell phone has just issued a text from your wife. സോറി. വൈഫ് കിട്ടുന്നത് മെസ്സേജ് എടുത്തുക പ്ലീസ്. Missing you. What time will you be home? இதுதான் உன் வாழ்க்கையில நடக்க போற மோஸ்ட் டேஞ்சரஸ் அண்டர் கவர் மிஷன். எஸ் சார். ராணா. ராணா இல்ல, ராணி. உன்னோட அஞ்சலி. யுவர் மேரேஜ் மோஸ்ட் டேஞ்சரஸ் அண்டர் கவர் மிஷன். Hi. How was your day? ഈ വാതിലൊന്ന് തുറന്നാ അകത്ത് വന്നെല്ലാം വിസ്തരിച്ച് പറയാം. ഫോർ യു. Oh, sweet. ഇതെനിക്കാ? Come. I have a surprise. Show me. ജയുടെ ഫേവറേറ്റ് കൗച്ച് ഇല്ലേ, അത് ദേ ഗസ്റ്റ് റൂമിലേക്ക് മാറ്റി. പിന്നെ ഡൈനിങ്, അത് ഇങ്ങോട്ടേക്ക്. ഗുഡ്. Then നമ്മുടെ ടിവി, അത് ദേ ആ കോർണറിലേക്ക് സെറ്റ് ചെയ്തു. പിന്നെ ജയുടെ കുറെ ഓഫുൾ പെയിന്റിങ്സ്, അത് ഞാൻ എടുത്ത തൂപ്പുകാരന് കൊടുത്തു കളയാൻ. How is it? ഇങ്ങനെ തുടങ്ങിയാലേ നീ കുറച്ച് കഴിയുമ്പോ എന്നെ മാറ്റിയിട്ട് താഴത്തെ ആ കളവൻ തൂപ്പുകാരനെ കയറി താമസിപ്പിക്കല്ലോ. ശരി, നോക്കട്ടെ. ഞാനൊന്ന് നോക്കട്ടെ. Elaborate security arrangements are being made in the city in view of the Prime Minister's visit to inaugurate the Global Leadership Summit. Around 750 police staff will be deployed for security cover, apart from 324 additional manpower from State Reserve Police Force and Rapid Action Force. അതെ, ഇപ്പൊ ഒറ്റത്തടിയും ബാച്ചിലർ അല്ല. ഓ സോറി. കൂടെ ഒരാളും കൂടെ ഉണ്ട്. ശീലമായി പോയി ഒറ്റത്തടി. വന്നേ. ഓക്കേ. ഈശ്വരാ, ഈ തടിയന് നല്ല വിശപ്പുണ്ടാവണേന്ന് പ്രാർത്ഥിച്ചുണ്ടാക്കിയതാ ഇതല്ല. ആണോ? നന്നായി. ഇല്ലേ കടിച്ചു തിന്നേനെ. സൂപ്പർ ഫാന്റാസ്റ്റിക് അമേസിംഗ്. അത് കഴിച്ചു നോക്കിയില്ലല്ലോ, എന്നെ കളിയാക്കാണല്ലേ? എങ്കിൽ കഴിച്ചിട്ട് പറയാം. നോ, യു ആർ സോ മീൻ. ഞാൻ എത്ര സ്നേഹത്തോടെ ഉണ്ടാക്കിയതല്ല. ആൻഡ് യു ജസ്റ്റ് മേക്കിംഗ് ഫൺ ഓഫ് മീ. സോറി. ഇറ്റ്സ് ഓൾ റൈറ്റ്. ഓക്കേ. എന്തുപറ്റി? ഇഷ്ടപ്പെട്ടില്ലേ? നന്നാവാം. വേണമെന്ന് വെച്ചാ ഇനി നന്നാവാം. വാട്ട്? ഏയ് വെയിറ്റ്, ഞാനിതൊക്കെ ഒന്ന് കഴിച്ചു നോക്കട്ടെ. എന്തുപറ്റി ജെ? എന്റെ കുക്കിംഗ് ഇഷ്ടപ്പെട്ടില്ലേ? ഇത്രയും സ്വാദിഷ്ടമായ ആഹാരം ഇതിനു മുമ്പ് കഴിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. കേട്ടിട്ടില്ലേ? ഈ വിശിഷ്ട പൂജ്യം ചമച്ച വിരൽത്തുമ്പുകളിൽ ഞാൻ ചുംബിക്കാൻ ആഗ്രഹിക്കുന്നു. മോനെ, ഹോളിവുഡ് സ്റ്റൈലിലുള്ള പ്രേമം വേണ്ട. എന്നാൽ ഇന്നത്തേത് ഹോളിവുഡ് സ്റ്റൈൽ. ஹலோ ஜெய், என்னடா பண்ணிருக்க? இதுவரை ஒன்றுமே பண்ணலை சார். சரி, நீ எதுவும் பண்ண வேண்டாம், உடனே கிளம்பு. சார், ராணா இன்டர்நெட் யூஸ் பண்ண சைபர் கஃபேவை தேடி பிடிச்சாச்சு சார். நீ இம்மிடியேட்டாக கிளம்பிங்க வா. സാർ, അതെ, ഓഫീസിലൊരു എമർജൻസി. സീക്രമാ പോയിട്ട് സീക്രമാ വന്നിട്ടേ. സാർ. ജയ്, റാണാவோட ஐடி ப்ரூஃப், பாஸ்போர்ட்டிൻ്റെ காப்பி. ഇതിൽ പേര് ജമീർ അഹമ്മദ്. പിന്നെ പല ദിവസങ്ങളിൽ നെറ്റിൽ ലോഗിൻ ചെയ്തതിൻ്റെ ഡീറ്റെയിൽസ്. അതാണ് റാണ അവസാനം യൂസ് ചെയ്ത കമ്പ്യൂട്ടർ. ഇൻട്രസ്റ്റിംഗ്ലി ഹി പ്രിഫേർഡ് ദ സെയിം ടെർമിനൽ എവറി ടൈം. പിടിച്ചു കയറാൻ ഒന്നും ബാക്കി വെച്ചിട്ടുണ്ടാവില്ല, എല്ലാം വൈപ്പ് ഔട്ട് ചെയ്ത് കാണും. യു ആർ ആബ്സല്യൂട്ട്ലി റൈറ്റ് സർ. എല്ലാം വൈപ്പ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ബ്രൗസേഴ്സ്, ക്യാഷ് ഫയൽസ്, ബുക്ക് മാർക്സ്, ഹിസ്റ്ററി, എവറിഥിങ്. റാണ ഇമെയിൽ അറ്റാച്ച് ചെയ്ത് സെൻഡ് ചെയ്ത ഒരു ഫയൽ ഐ മാനേജ് ടു ട്രാക്ക് ദാറ്റ് സർ, ബട്ട് ഇറ്റ് ഈസ് പാസ്വേർഡ് പ്രൊട്ടക്റ്റഡ്. ഇനി സാറിന്റെ ഒരു ഡേറ്റാബേസ് എക്സ്പീരിയൻസ് വെച്ച് വേണം നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാൻ. യാ, ലെറ്റ് മീ ചെക്ക് ഇറ്റ് ഔട്ട്. ഓക്കെ.
finished, sir. ദാ ഇപ്പൊ കണ്ടില്ലേ ആ ചെറുക്കൻ സുസു വയ്ക്കുന്ന വിസിബിളി ഇന്നസെന്റ് ചിത്രം. ആ ചിത്രത്തിന്റെ തോട് പൊളിച്ച് ചുരുളഴിക്കുമ്പോൾ അറിയാം ആരെയൊക്കെ കൊന്നു തിന്നാനുള്ള രഹസ്യ നിർദ്ദേശങ്ങളാണ് റാണ അതിനുള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതെന്ന്. ക്രിസ്റ്റി, Sir. ഈ കൊനസ്റ്റ് അഥവാ കോഡ് ഡീകോഡ് ചെയ്യാൻ നോക്ക്. Yeah. ബൈ ടുമോറോ മോർണിംഗ്. ഓക്കെ. കീപ് ഇറ്റ് സാരോ, കാമദേവൻ്റെ അമ്പ്. ഈ പ്രണയശരം കൊണ്ടവനെ എന്ത് പേര് പറയും ഇൻ 5 letters? ലവർ. ഹേ, യു ആർ ടു ഗുഡ് ബേബി. ഐ നോ. ലവർ. ജയ്, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? ചോദിച്ചോളൂ. ഈ എക്സ്പോർട്ട് എക്സിക്യൂട്ടീവ് എന്ന് വെച്ചാൽ എന്താ? ശരിക്കും എൻ്റെ ഭർത്താവിന് എന്താ ജോലി? നീ ഇതിനു മുമ്പ് ഇങ്ങനെയൊന്നും എന്നോട് ചോദിച്ചിട്ടില്ലല്ലോ. ഇപ്പൊ എന്ത് പറ്റി പെട്ടെന്ന്? അല്ല, ഭാര്യമാരാകുമ്പോ ഭർത്താവിന്റെ ജോലിയൊക്കെ അറിഞ്ഞിരിക്കണ്ടേ? അതായത് ഈ ഭാര്യമാര് നിന്നെ കൂടാതെ വേറെ ഭാര്യ ഉണ്ടോ എനിക്ക്? ജയ്, പറയൂ. കൃത്യമായിട്ട് പറഞ്ഞാൽ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. ജയ്, പറയൂ പ്ലീസ്. അത് കുറച്ച് സിംപ്ലിക്കേറ്റഡ് ആയിട്ട് പറഞ്ഞാൽ, ഓക്കെ, ഈ ഇന്ത്യ മഹാരാജ്യത്ത് ആവശ്യമില്ലാതെ കിടക്കുന്ന കുറേ ചരക്കുകളില്ലേ, യൂസ്ലെസ് കമോഡിറ്റീസ്, അതിനെയൊക്കെ അന്വേഷിച്ച് തേടി പിടിച്ച് പുറത്തേക്ക് കയറ്റി അയക്കുന്ന ജോലി. ആവശ്യമില്ലാത്ത ചരക്കുകളെന്ന് വെച്ചാൽ യു മീൻ അവർ ഡർട്ടി പൊളിറ്റീഷ്യൻസ്? അത് രാത്രിയിൽ നമ്മൾ കഴിഞ്ഞ് ഉറക്കമില്ലാതെ കണ്ണ് മിഴിച്ച് ഇങ്ങനെ കിടക്കുമ്പോൾ വിശദമായിട്ട് ചേട്ടൻ നിന്റെ ചെവി പറഞ്ഞുതരാം. உனக்கு ஒரே நேரத்தில் பாக்கியம் கெட்ட பாக்கியம் ரெண்டும் வரப்போகுது உன்னோட செகண்ட் ஒய்ஃப்னால. ഇമേജ് ഡീകോഡ് ചെയ്തപ്പോൾ കിട്ടിയ മെസ്സേജ് ഇതാണ് സർ. ഇറ്റ് സീംസ് ടു ബി മീനിങ്ലെസ്. ഐ തിങ്ക് ഐ നോ വാട്ട് ഇറ്റ് മീൻസ്. സാർ, ഇതൊരു സിമ്പിൾ ചൈനീസ് ഗ്രിഡാണ്. ഇറ്റ് വിൽ റീഅറേഞ്ച് ഇറ്റ് സെൽഫ് ആൻഡ് യു ക്യാൻ റീഡ് ഇറ്റ് ലൈക്ക് ദിസ്: ടോപ്പ് ടു ബോട്ടം, റൈറ്റ് ടു ലെഫ്റ്റ്. ഇറ്റ് ഈസ് നൗ ടൈം ടു സെൻഡ് birthday candles to Aisha. Aisha. என்ன ஜெய், any idea? Sir, birthday candles. Birthday candles എന്ന് പറയുമ്പോൾ ആയുധങ്ങളാവാം. But Aisha, who the hell is she? She might be a terrorist contact in the city, sir. അതർവൈസ് ഇവിടെ ആയുധങ്ങൾ ഏറ്റുവാങ്ങുന്ന ആളാവാം സർ. சாரி சார். கால் எடுத்துருங்கப்பா ப்ளீஸ். தேங்க்யூ சார். நம்மெல்லாம் நேஷனல் செக்யூரிட்டி பற்றி பேசிக்கிட்டு இருக்கோம். சாருக்கு அதை விட ஏதோ ஒரு முக்கியமான பிரச்சனை வீட்டில் இருக்கும் போல இருக்கு. ப்ளீஸ் கோ ஹெட். சார், வைஃப் ப்ளீஸ். தேங்க்யூ. ഹലോ. ഹായ് ജയ്. അതെ, ഓഫീസിൽ വരുമ്പോഴേ എനിക്ക് കുറച്ച് സുക്കിനി വാങ്ങിച്ചിട്ട് വരൂ പ്ലീസ്. ആരെ? ചുക്കുമണിയാ? സുക്കിനി യാർ, സുക്കിനി. ആ, ഓക്കെ. சார், மீட்டிங்கை கண்டினியூ பண்ணலாமா? வாட்ஸ் இஸ் சார், ப்ளீஸ். வெல் கைஸ், இப்போ இந்த ஆயிஷா யாராக இருந்தாலும் எங்கே இருந்தாலும் அவளை ட்ரேஸ் அவுட் பண்ணுறது தான் நம்மளோட முக்கியமான வேலை. சுக்கினி. ஆனால் அது ஈஸியான விஷயம் இல்லை. அவர் ஃபர்ஸ்ட் மூவ் ஷுட் பி சுக்கினி. வாட்? சுக்கினி, எனி ஐடியா? சுக்கினி? நோ சார், ஐ ஹவ் நெவர் met him. டேய் சார், உங்க சுக்கினி விடுறா, ஆயிஷாவை பாருடா. சாரி சார். ஆயிஷா? Aisha? Huh? Yes, of course. I know Aisha.
had a huge crush on her. അവളുടെ എല്ലാ മൂവീസും ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ കിട്ടില്ല. മാരേജ് करके चली गई. Don't screw around with me, Rana. Aisha Takiela. Aisha. नहीं. അറിയുന്നില്ല. You're wasting your time with me. Okay, boss? ക്രിസ്റ്റി, എൻ്റെ ഹോട്ടൽ റൂമിൽ നിന്ന് സീസ് ചെയ്ത എവിഡൻസ് എനിക്കൊന്നുകൂടെ കാണണം. സർ. നീ എന്നെ തേടുற അതുക്കുള്ള അറിയില്ല സർ. ചിലപ്പോൾ ഇതായത് ദിസ് മൈറ്റ് ഹെൽപ്പ്. ഇതൊരാളല്ല, രണ്ടുപേര് കോഫി കുടിച്ച ബില്ലാണ്. റാണ met somebody in this coffee shop. नहीं देखा क्या? Have you seen it? No. ഈ പഹീൻ ഓനെ കണ്ടാൽ അങ്ങനെ ഓർമ്മയിലിക്കാനുള്ള ഗ്ലാമർ ഒന്നും പറയാൻ കഴിയില്ല മാഷെ. പക്ഷേ ഓൻ്റെ കൂടെ സ്ഥിരമായിട്ട് ഇവിടെ വന്നോണ്ടിരുന്ന ഓള് ഫ്രണ്ടിന്ന് നമ്മൾ അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാ നമുക്ക് ഓളുടെ അല്ല എവിടെ നോക്കണ്ട പറയാൻ കഴിയൂലല്ലേ സുൽഫിക്കറെ? Sir, I think he knows something. എന്നാലോ ഓള് നമ്മുടെ ഫ്രണ്ടിന്ന് പോവാൻ അങ്ങോട്ട് തിരിഞ്ഞാല് നമുക്ക് ഓളുടെ ബാക്കിൽ നിന്ന് കണ്ണ് പറിക്കാനും കഴിയൂല. കഴിയൂല. आओ साहब से मिलो. इसके साथ तुमने भी देखा? हाँ हाँ साहब, मैंने भी देखा है. എന്നിട്ട് എനിക്ക് ഓളെ കാണുമ്പോ ഈ പഹയനോട് വല്ലാത്ത ജലസാണ് മാഷെ. അതുകൊണ്ടാ ഞാൻ ഓനിങ്ങനെ മറക്കാണ്ട് മനസ്സിലിങ്ങനെ വെച്ചേക്കണത്. പിന്നെ സുൽഫി, റൂമിൽ പോയിട്ട് എല്ലാം ഒന്ന് കുളിച്ചാളി.